അമിതമായിട്ട് അനുഭവപ്പെടുന്ന സ്ട്രെസ് കാരണം നമ്മുടെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, ബി അഥവാ ഹൈപ്പർ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അത്തരത്തിൽ നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ഡൈജഷനെയും ഒപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന്റെ ഇഷ്യൂസ് ഉണ്ടാക്കാനും പിന്നീട് അത് പൈൽസ് വർദ്ധിക്കാനും കാരണമാകാറുണ്ട്. അമിതമായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വയറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷൻസ് വർദ്ധിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ആമാശയത്തിന്റെ നമ്മുടെ ഡിഗ്രിയിലുള്ള കോശങ്ങളെ തന്നെ നശിപ്പിക്കുവാനും പിന്നീട് നമുക്ക് അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരത്തിൽ അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ വളരെയധികം വീക്ക് ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട്. സോ ആ സമയത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് അഥവാ മലബന്ധത്തിൻ്റെ ഇഷ്യൂസൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ പൈൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടാനുള്ളൊരു കാരണമായിട്ട് മാറാം. ഇത്തരത്തിൽ അമിതമായിട്ട് സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ കണ്ടുവരുന്നതാണ് അവർ പലപ്പോഴും അവരുടെ മീൽസ് സ്കിപ്പ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓവർ ഈറ്റ് ചെയ്യുക, അതായത് ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വാരി വലിച്ച് കഴിക്കുക എന്നുള്ളൊരു പ്രവണതയും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതും പിന്നീട് പൈൽസ്, ഫിസ്റ്റുല പോലുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാം. ഈ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ഉറക്കക്കുറവ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ടിഷ്യൂ റിപ്പയറിങ് അല്ലെങ്കിൽ ഹീലിംഗ് ഒക്കെ കുറച്ച് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതും പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാം.